സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. മുന്തിരിത്തോപ്പിലെ സോഫിയ ഭാഗം 2. ആന്റണി റോസ് കോട്ടേജിൽ ചെന്നപ്പോൾ മുൻവശത്തെ മുറിയിൽ റീതാമാവിയുണ്ട്. അവരെന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്താ എൻ്റെ ഇത്ര വലിയ ആലോചന? അവൻ അവരുടെ അടുത്തിരുന്നു. സോളമന്റെ കാര്യമോർത്തിട്ട എനിക്ക്. അതിപ്പം എന്തോർക്കാനാ? സോളമനിച്ചാൻ മുന്തിരിത്തോട്ടത്തിൽ സന്തോഷത്തോടെ കഴിയുകയല്ലേ. ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലും ചുമ്മാ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുചെന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരും നാട്ടുകാരും എന്നാ വിചാരിക്കും? അതായിരുന്നു അവരുടെ വിഷമം. സോളമനിച്ചാൻ അതിനെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളൂ. റീതാമാവിയോടെ ഇരുന്ന് വെറുതെ മനസ്സൊരുക്കണ്ട. അപ്പോൾ മേരി വാതിലിന്റെ അടുത്തേക്ക് വന്നെത്തി നോക്കി. ചട്ടയും മുണ്ടുമായിരുന്നു അവളുടെ വേഷം. അവൾ അവനെ താടി ചലിപ്പിച്ച് വിളിച്ചു. വരാമെന്ന് അവൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. ആന്റപ്പൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാമോ? പെട്ടെന്ന് റീതാമാവി ചോദിച്ചു. അവനൊന്ന് പകച്ചു. അതിനെന്താ, പോയിട്ട് വരാമല്ലോ. പിന്നെ പറഞ്ഞു, നാളെ രാവിലെ തന്നെ പോ, മറ്റന്നാ വന്നാ മതി. ശരി മാവി. അവൻ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. കയ്യിലിരുന്ന ബുക്കുകൾ മേശപ്പുറത്ത് വെച്ചിട്ട് വേഷം മാറി. എന്നിട്ട് കിച്ചണിലേക്ക് ചെന്നു. മേരി അവനെ നോക്കി പുഞ്ചിരിച്ച്. എന്താ ചട്ടയും മുണ്ടും പതിവില്ലാത്ത വേഷത്തിൽ? അവൻ ചോദിച്ചു. ഒരു ചേഞ്ച് ആർക്കാഗ്രഹമില്ലാത്തേ? അവൾ ചിരിച്ചു. ചായക്കുള്ള വെള്ളം അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ടായിരുന്നു. സ്റ്റൈലായിട്ടുണ്ട്. അവൻ അഭിനന്ദിച്ചു. അത് കേട്ടാ മതി. കബോർഡിന്റെ മുകളിലത്തെ തട്ടിലിരുന്ന തേയിലപാത്രം എടുക്കാനായി മേരി കൈ ഉയർത്തി. അപ്പോൾ അവളുടെ വെളുത്ത വയറും ഭംഗിയുള്ള പുക്കിൽച്ചൊടിയും അവൻ കണ്ടു. ഇടം കണ്ടിട്ട് മേരി അവന്റെ മുഖഭാവം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. നാളെ ഞാൻ മൈസൂരിലേക്ക് പോവാ, ആന്റണി പറഞ്ഞു. ഞാനും കൂടെ വരട്ടെ? എന്തിനാ? മുന്തിരിത്തോട്ടം കാണാൻ എനിക്കും കൊതിയുണ്ട്. അപ്പോൾ റീതാമാവി തനിച്ചാവില്ലേ ഇവിടെ? അവൻ ചോദിച്ചു. നമുക്ക് മാവിയെ കൂടെ കൊണ്ടുപോകാം. മേരി പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി. നല്ല കാര്യം, മേരി തന്നെ പറഞ്ഞു നോക്ക്. ചായ ഉണ്ടാക്കി മേരി അവന് കൊടുത്തു. ഇന്ന് നേരത്തെ തണുപ്പ് തുടങ്ങി, കുളിരഭിനയിച്ച് അവൾ പറഞ്ഞു. എന്നിട്ടാണോ നൈസായിട്ടുള്ള ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നേ? അവൻ ചോദിച്ചു. സ്വെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചു വന്ന് കണ്ടിട്ട് ഇടാമെന്ന് വിചാരിച്ച ഞാനിതുവരെ. എന്ത് കണ്ടിട്ട്? കുസൃതിയോടെ അവൻ ചോദിച്ചു. പാവം, ഒന്നും അറിയത്തില്ല. അവൾ അവനെ കളിയാക്കി. പെട്ടെന്ന് റീതാമാവിയുടെ വിളി വന്നു. മേരി. അവൾ മാവിയുടെ അടുത്തേക്ക് പോയി. രാത്രിയിൽ അപ്രതീക്ഷിതമായി സോളമൻ വന്നു. എന്താ സോളമ? അമ്പരന്ന് റീതാമാവി ചോദിച്ചു. കാര്യമുടുമമ്മ, ഹെൽമെറ്റ് ഊരിയെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. സോഫി എവിടെ? മേരി ചോദിച്ചു. അവിടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കാ വന്നത്. എന്തോ പന്തിയേറുണ്ടെന്ന് ആന്റണിക്ക് മനസ്സിലായി. എന്തായി ചായ? അവൻ ചോദിച്ചു. ഒക്കെ പറയാം. സ്വീകരണമുറിയിൽ അവർ ഇരുന്നു. 10 മണിയായപ്പോഴേക്ക് റീതാമാവി വേഷം ധരിച്ചൊരുങ്ങി. നീയും കൂടെ വരുന്നു ആന്റപ്പ സംസാരിക്കാൻ? ആന്റണിയോട് സോളമൻ ചോദിച്ചു. വേണ്ട മോനെ, ഒരു ശുഭകാര്യത്തിന് 3 പേർ പോകാൻ പാടില്ല. റീതാമാവി അത് തടഞ്ഞു. എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം. സോളമനും അമ്മയും പോൾ പൈലോക്കാരന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. മലയാളികൾ വീട്ടിൽ നിൽക്കുന്ന വേലിക്കരികെ അവരെത്തി. നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു. അവന്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു. വഴിപോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. തന്റെ അയൽക്കാർക്ക് അവൻ നിന്ദായി തീർന്നിരിക്കുന്നു. സോളമൻ ഒന്ന് നെടുവേർപ്പെട്ടു. അവർ ഗേറ്റ് കടന്ന് സോഫിയയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ഒരു കയ്യിൽ പത്രവും മറുകയിൽ കാപ്പി ഗ്ലാസുമായി മുൻവശത്ത് തന്നെ പോൾ പൈലോക്കാരനുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി സോളമനെയും അമ്മയും കണ്ട് അയാളൊന്ന് പകച്ചു. എന്താ അമ്മയും മോനും കൂടെ? ഇവിടെ നീ ഒരു പെണ്ണും കൂടെയുണ്ട്. അവളെയും അടിച്ചോണ്ട് പോകാനാണോ? പരിഹാസത്തോടെ അയാൾ ചോദിച്ചു. സോഫിയയുടെ ഡാഡി ക്ഷമിക്കണം. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇരുകൂട്ടർക്കും അത് മറക്കാം. ഞങ്ങളിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാ, ശാന്തസ്വരത്തിൽ മമ്മ പറഞ്ഞു. അപ്പോഴേക്ക് റോസിയും എലിസബത്തും പുറത്തേക്കിറങ്ങി വന്നു. ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. സോഫിയയുടെ ഡാഡി അത് ദയവ് ചെയ്ത് കേൾക്കണം. സോളമൻ ആമുഖം ഇട്ടു. ഇരിക്കാൻ പറയുമെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ പൈലോക്കാരൻ പറഞ്ഞില്ല. സോഫിയയുടെയും സോളമന്റെയും കെട്ട് പള്ളിയിൽ വെച്ച് നടത്തണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ വെച്ച് വേണമെന്നില്ല. മൈസൂരിൽ സോളമൻ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യും. പോളിന് അക്കാര്യത്തിൽ വിരോധമൊന്നുമില്ലല്ലോ. റോസി പെട്ടെന്ന് മുന്നോട്ട് കയറി വന്നു. വിരോധമോ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ റീതാമേ, അവർ പറഞ്ഞു. പൈലോക്കാരൻ തിരിഞ്ഞു നിന്ന് റോസിയോട് അലറി. നിന്നെ ആര് വിളിച്ചു? കയറിപ്പോടിയകത്ത്. റോസിയും എലിസബത്തും അയാളുടെ കോപം കൊണ്ട് വിറച്ചു. അയാൾ തിരിഞ്ഞ് സോളമനെയും അമ്മയെയും നേരിട്ടു. ഇക്കാര്യം എന്നോട് പറയാൻ വന്ന നിങ്ങളുടെ ചങ്കൂറ്റം ഞാൻ സമ്മതിക്കുന്നു. എന്നാ കേട്ടോ, ഇക്കാര്യം പറഞ്ഞ് ഇനി ആരെങ്കിലും ഈ വലിക്കകത്ത് കടന്നാൽ കാല് രണ്ടും മരിഞ്ഞിടും ഞാൻ. പൈലോക്കാരന്റെ കണ്ണുകളിൽ നിന്ന് തീ പാറി.
പക്ഷേ മിസ്റ്റർ പോൾ, മമ്മ വീണ്ടും പറയാൻ തുടങ്ങി. ഇറങ്ങിപ്പോടി കൂത്തിച്ചി മോളെ എൻ്റെ വീട്ടിൽ നിന്ന്. പൈലോക്കാരൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. എടാ പന്ന റാസ്കൽ. സോളമൻ അയാളെ തല്ലാനായി ചാടിച്ചെന്നു. പക്ഷേ മമ്മ അയാളെ ഉറുമ്പടക്കം കയറി പിടിച്ചു. വാ മോനെ, നമുക്ക് പോകാം. അമ്മയും മകനും തിരിച്ചു പോകുന്നത് നോക്കി റോസിയും എലിസബത്തും കണ്ണീരോടെ നിന്നു. കൈകൾ കൊണ്ട് മുഖം താങ്ങി സോളമൻ തല കുമ്പിട്ടിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യും മോനെ? റീതാമാവി ചോദിച്ചു. സങ്കടത്തിന്റെ തിരയിളക്കമുണ്ടായിരുന്നു അവരുടെ സ്വരത്തിൽ. ആൻഡപ്പൻ പ്രതീക്ഷയോടെ സോളമനെ നോക്കി. സോളമൻ തല ഉയർത്തിയതേയില്ല. നമുക്ക് അവൾ ഇവിടെ കൊണ്ടുവന്നാലോ? ഇവിടത്തെ പള്ളിയിൽ വെച്ച് നമുക്കവളെ... അയാൾ പെട്ടെന്ന് മുഖമുയർത്തി നോക്കി. ഇല്ല മമ്മ, പള്ളിയിലെ നിയമങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാ. കുറച്ചുകൂടെ പ്രശ്നമായിരിക്കും ഇവിടെ. അയാൾ ചെന്ന് അച്ഛനോട് എതിർപ്പ് പറഞ്ഞാൽ അച്ഛൻ ആ നിമിഷം പിന്മാറും. അതിന് അയാളല്ലല്ലോ അവളുടെ യഥാർത്ഥ അപ്പൻ, റീതാമാവി വാദിച്ചു. സർട്ടിഫിക്കറ്റിലും മറ്റു രേഖകളിലും അയാളാണ് അവളുടെ അപ്പൻ. സോളമനിച്ചായനെ സഹായിക്കാൻ എന്താണൊരു വഴി? ആന്റണി തലപുകച്ചാലോചിച്ചു. ചിലപ്പോൾ ആ പൈലോക്കാരന് കുറച്ച് കാശ് കൊടുത്താൽ... ഏയ്, അയാൾ വലിയ വാശിയില്ല. ലക്ഷങ്ങൾ കൊടുത്താലും അയാൾ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീത, അയാൾ സമ്മതിക്കുമെങ്കിൽ ഇവിടെ നമുക്കുള്ളതെല്ലാം, ഈ വീടും സ്ഥലവും അയാൾക്ക് ഞാൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൈസൂരിൽ പോയി താമസിക്കാം. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് അവളെ വേണമമ്മ. റീതാമാവി സോളമന്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. നിന്റെ ഒരിഷ്ടത്തിനും ഞാൻ എതിര് നിൽക്കത്തില്ല. എന്താണെന്ന് വെച്ചാ നീ ചെയ്യ്. അവരെഴുന്നേറ്റ് സ്വന്തം മുറിയിലേക്ക് പോയി. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം സോളമനിച്ചായ. കുറെ കഴിയുമ്പോഴെല്ലാം കലങ്ങി തെളിയും. അല്ലെങ്കിൽ വേറൊരു വഴി ദൈവം നമുക്ക് കാണിച്ചു തരും. കാത്തിരിക്കാനൊന്നും ഇനി സമയമില്ല ആന്റണി. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. രാജകുമാരിയെ സ്വന്തമാക്കാൻ എനിക്ക് ജയിച്ചേ കഴിയൂ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും നിന്നിലും അധികം രഥങ്ങളെയും കാണുമ്പോൾ പേടിക്കരുത്. ആന്റണി ഓർത്തു. ഇച്ചായൻ തൽക്കാലം മൈസൂരിലേക്ക് തിരിച്ചു പോ, അതാണ് നല്ലത്. ആന്റണി പറഞ്ഞു. തോറ്റുമടങ്ങാൻ എനിക്ക് വയ്യ. തിരിച്ചു ചെന്ന് ഞാൻ എന്ത് ചെയ്യും? എത്രനാൾ വേണമെങ്കിലും സോഫിയ അവളായി തന്നെ മുന്തിരിത്തോട്ടത്തിൽ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷെ അവളോട് ഞാനെന്ത് കാരണം പറയും? ഇച്ചായൻ ആവർത്തന പുസ്തകം വായിച്ചിട്ടില്ലേ? പെട്ടെന്ന് ആന്റണി ചോദിച്ചു. ഉണ്ട്. എന്താ എന്റെപ്പോ? ആരെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം അനുഭവിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോവുകയും മറ്റൊരുത്തൻ അതിന്റെ ഫലവും അനുഭവിക്കാതിരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോട്ടെ. ആന്റണി ഓർമ്മയിൽ നിന്ന് ഒരു വാക്യം ചൊല്ലി. അത്രയുള്ളോ? ഞാൻ നട്ടുവളർത്തിയ മുന്തിരിത്തോട്ടത്തിന് ബലമുള്ള വേലിയുണ്ട്. ഞാനില്ലെത്തപ്പോൾ ആരും അതിക്രമിച്ച് കടക്കുകയില്ല. ബാക്കി കൂടി കേൾക്കിച്ചായ, ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിച്ച് അവളെ പരിഗ്രഹിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോവുകയും ചെയ്യാണ്ടിരിക്കേണ്ടത് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. സോളമൻ അവനെ പകച്ചു നോക്കി. എനിക്ക് പേടിയില്ല എന്റെപ്പാ. മുന്തിരിത്തോട്ടത്തിൽ സോഫിയ സുരക്ഷിതയാണ്. അവളെ കെട്ടാൻ ഒരു മാർഗം കണ്ടെത്താതെ എനിക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. ഞാൻ സെമിത്തേരിയിലേക്ക് പോവാണ്. പപ്പയുടെ കുഴിമാടത്തിൽ പോയി മുട്ടുകുത്തണം. പപ്പ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാതിരിക്കത്തില്ല. സോളമന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ തിളക്കം കണ്ടപ്പോൾ ആന്റണി പിന്നെ ഒന്നും പറഞ്ഞില്ല. മുന്തിരിത്തോട്ടത്തിന്റെ അതിർത്തിയിലുള്ള നാട്ടുപാതയിലൂടെ ജീപ്പ് നല്ല വേഗത്തിലാണ് ഓടിയത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും ലാസറിന്റെ കണ്ണുകൾ വിളഞ്ഞു പഴുത്തു കിടക്കുന്ന മുന്തിരിക്കുലകളിലായിരുന്നു. നല്ല ഒന്നാം തരം തോട്ടം. പവൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും സോളമനിത് വിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല, ജോബ് പറഞ്ഞു. പണത്തിനു മീതെ പരന്തും പറക്കത്തില്ല ജോബ്. അവൻ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ര വില പറയും ഞാൻ. അത് കേൾക്കുമ്പോൾ അവൻ വീഴും. അല്ലെങ്കിൽ നോക്കിക്കോ, നിന്റെ അപ്പൻ ഒരിക്കൽ വിറ്റ് തുളച്ചതല്ലേ ഇത്? നീ എന്തിനാ അതിപ്പം തിരിച്ചു മേടിക്കുന്നേ? അപ്പൻ വിറ്റ് തുളച്ചതൊക്കെ തിരിച്ചു പിടിച്ചോണ്ടിരിക്കുവല്ലേ ഞാൻ. മാണ്ഡ്യയിലെ ഹോട്ടലും ഹാസനിലെ കമുകിൻ തോട്ടവും ഞാൻ വീണ്ടും കൈവശമാക്കിയില്ലേ. കുട്ടിക്കാലത്തെ ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ഓടിക്കളിച്ച് നടന്നിട്ടുള്ളതാ. ഇതും കൂടി കിട്ടിയാലേ എല്ലാം പൂർണ്ണമാകൂ. സ്വപ്നത്തിൽ എന്ന പോലെയാണ് ലാസർ അത് പറഞ്ഞത്. നിന്റെ കയ്യൂക്ക് സോളമന്റെ അടുത്ത് ചെലവാകുമെന്ന് എനിക്ക് തോന്നില്ല മോനെ, ജോബ് മുന്നറിയിപ്പ് കൊടുത്തു. കിട്ടിയില്ലെങ്കിൽ വേണ്ട, അവന്റെ മുന്തിരിത്തോട്ടം കത്തിച്ചാമ്പലെന്നത് കാണേണ്ടി വരും. അത്രയുള്ളൂ. ക്രൂരമായൊരു ചിരി ലാസറിന്റെ ചുണ്ടിന്റെ കോണിൽ തെളിഞ്ഞു. മുന്തിരിത്തോട്ടത്തിന്റെ ഗേറ്റിന് വെളിയിൽ ജീപ്പ് നിന്നു. വാ, എന്തായാലും അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ലാസറും ജോബും വണ്ടിയിൽ നിന്നിറങ്ങി ഉള്ളിലേക്ക് കടന്നു. തോട്ടത്തിൽ അവിടെ എവിടെയായി ജോലിക്കാർ പണിയെടുക്കുന്നുണ്ടായിരുന്നു. രണ്ട് ചെറുപ്പക്കാർ മുന്തിരിത്തോട്ടത്തിലൂടെ നടന്നു വരുന്നത് ഫാം ഹൗസിലെ ജനാലയിലൂടെ സോഫിയ കണ്ടു. അവളൊന്ന് ഞെട്ടി. എന്തിനായിരിക്കും അവർ വരുന്നത്?
മാത്തച്ഛൻ ബസാറിൽ പോയിരിക്കുകയാണ്. എപ്പോൾ വരുമെന്നറിയില്ല. ജീൻസും ഷർട്ടുമാണ് ഒരാളിന്റെ വേഷം. മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. ഷർട്ടിന്റെ കൈകൾ രണ്ടും അശ്രദ്ധമായി മുകളിലേക്കും ചരിച്ചു കയറ്റിയിരിക്കുന്നു. ആജാനുബാഹുവാണ്. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ അത്ര ഉയരമില്ല. പാൻസും ടീഷർട്ടുമാണ് വേഷം. അവർ മുറ്റത്ത് വന്ന് പുറത്ത് ആരെയും കാണാഞ്ഞ് ഒരു നിമിഷം നിന്നു. സോളമൻ. ഒടുവിൽ ലാസർ വിളിച്ചു. സോഫിയ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇറക്കമുള്ള നൈറ്റ് ഗൗൺ ആയിരുന്നു അവൾ ധരിച്ചിരുന്നത്. അവളെ കണ്ട് ലാസർ ഒന്ന് പകച്ചു. സോളമൻ ഇവിടെ ഇല്ല, അവൾ പറഞ്ഞു. എവിടെ പോയി? അവളിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ അയാൾ ചോദിച്ചു. ഗുൽബർഗയിൽ. എപ്പോൾ വരും? അറിയത്തില്ല. സോളമന്റെ വൈഫാണോ? പെട്ടെന്ന് ലാസർ ചോദിച്ചു. അവളുടെ മുഖം ഒന്ന് തൊടുത്തു. അല്ല. പിന്നാരാ? ബന്ധത്തിലുള്ളതാ. ഞാൻ സോളമന്റെ ഫ്രണ്ടാണ്. പേര് ലാസർ. സോളമന്റെ സ്നേഹിതനോട് കയറിയിരിക്കാൻ പറയണോ എന്ന് സോഫിയ സംശയിച്ചു. പക്ഷേ വീട്ടിൽ വേറെ ആരുമില്ലാത്ത നേരത്ത്. വരുമ്പം ഞാൻ പറയാം. അവർ തിരിച്ചു പോകാൻ അവൾ ആഗ്രഹിച്ചു. ലാസറിന്റെ കണ്ണുകൾ അവളുടെ ഉടലാകെ പരതി നടന്നു. നിന്റെ ശരീരാകൃതി പനിയോടും നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലയോടും മുക്കുന്നു. ഞാൻ പനിമേൽ കയറും. അതിന്റെ മടൽ പിടിക്കും. എന്താണ് പേര്? ലാസർ ചോദിച്ചു. സോഫിയ. ഞങ്ങൾ പോയിട്ട് വരാം സോഫിയ. അവർ മെല്ലെ തിരിഞ്ഞു നടന്നു. സോഫിയ ഉള്ളിൽ കയറി വാതിലടച്ചു. അത്ര പന്തിയുള്ള വരവായിരുന്നില്ല അവരുടേത് എന്നവൾക്ക് തോന്നി. സോളമൻ ഇത്തരത്തിലുള്ള സ്നേഹിതനോ? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ സോളമന്റെ ബന്ധുവൊന്നുമല്ല. ജീപ്പിലേക്ക് കയറുമ്പോൾ ലാസർ പറഞ്ഞു. പിന്നെ? അവൻ എവിടുന്ന് അടിച്ചെടുത്തോണ്ട് വന്ന സാധനമാണ്. അവൾ പറഞ്ഞതാ ശരി. എനിക്കങ്ങനാ തോന്നിയേ. ജോബ് വിയോജിച്ചു. ഇത്ര സുന്ദരിയായൊരു ബന്ധു അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വന്ന് പാർക്ക് ചെയ്യില്ല ജോബേ. മുന്തിരിത്തോട്ടത്തിൽ മാത്രമല്ല, അവളിലും എന്റെ കണ്ണുകൾ പതിഞ്ഞു കഴിഞ്ഞു. ജോബ് ഒന്നും മിണ്ടിയില്ല. ജീപ്പ് മുന്നോട്ട് കുതിച്ചു. പള്ളിയിലേക്ക് പോകാൻ വേഷം ധരിച്ച് സോളമൻ വന്നു. ആന്റണി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. യാത്രയിലുടനീളം സോളമൻ നിശബ്ദനായിരുന്നു. പള്ളിയിൽ ചെന്ന് സെമിത്തേരിയുടെ മുമ്പിൽ ബൈക്ക് നിന്നു. മാർബിൾ പതിച്ച ഭംഗിയുള്ള ധാരാളം കല്ലറകൾ കടന്ന് ജോർജ് അങ്കിളിന്റെ കുഴിമാടത്തിന് മുമ്പിലെത്തി സോളമൻ നിന്നു. കഴിഞ്ഞ ഓർമ്മ ദിവസത്തിന്റെ അന്ന് വെച്ച റോസാപ്പൂക്കൾ കരഞ്ഞുണങ്ങിയിരുന്നു. സോളമൻ കുഴിമാടത്തിന് മുമ്പിൽ മുട്ടുകുത്തി. അയാൾ കല്ലറയിലേക്ക് ശിരസ് മുട്ടിച്ചു. പപ്പ, എനിക്കവളെ വേണം. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ. പതിതയാണെന്ന് അറിഞ്ഞിട്ട് പോലും അതുകൊണ്ടാണ് അവളെ ഞാൻ നമ്മുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ നീ എന്തിനാ മോനെ വിഷമിക്കുന്നേ? പൈലോക്കാരന്റെ സമ്മതം ആർക്ക് വേണം? അവൻ അവളുടെ അപ്പനല്ലല്ലോ. പക്ഷേ പപ്പ. അവൾക്ക് പപ്പയില്ല. അപ്പോ മമ്മിയുടെ സമ്മതം മാത്രം മതി. നീ ധൈര്യമായിട്ട് ചെല്ല്. കുഴിമാടത്തിൽ മുത്തിയിട്ട് സോളമൻ എഴുന്നേറ്റു. അപ്പോൾ അയാളുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ടായിരുന്നു. ആന്റണി അത് ശ്രദ്ധിച്ചു. എന്തായി ചായ? അവൻ ചോദിച്ചു. പപ്പ പറഞ്ഞതാ ശരി. പോൾ പൈലോക്കാരൻ സോഫിയയുടെ ആരാ? ആരുമല്ല. അവളുടെ മമ്മി അനുകൂലമാ. നമുക്ക് അത് മതി. അത് ശരിയാ, ആന്റണി പറഞ്ഞു. റോസി പൈലോക്കാരനും എലിസബത്തും ഒപ്പം നിൽക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് അച്ഛനെ കൂടി ഒന്ന് കണ്ടാലോ? അച്ഛന്റെ കത്ത് കിട്ടിയാലല്ലേ മൈസൂരിലെ പള്ളിയിൽ വെച്ച് കെട്ട് നടത്താൻ പറ്റൂ. നമുക്ക് അച്ഛനെ കാണാൻ ഇച്ഛായ. പള്ളിമേടയിൽ ചെന്നപ്പോൾ ഭാഗ്യത്തിന് സെബാസ്റ്റ്യൻ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. സോളമനെ കണ്ടതോടെ അച്ഛൻ ഗൗരവഭാവത്തിലായി. നടക്കാൻ പാടില്ലാത്ത ചിലതൊക്കെ നടന്നതായി ഞാൻ അറിഞ്ഞു. അതിൽ വല്ല സത്യവുമുണ്ടോ? അച്ഛൻ എന്താണ് അറിഞ്ഞത്? ഭവ്യതയോടെ സോളമൻ ചോദിച്ചു. ആ പോൾ പൈലോക്കാരന്റെ മോൾക്ക് വേണ്ടി താനും അമ്മച്ചിയും പെണ്ണിന്റെ അമ്മയും ഇവിടെ സംസാരിക്കാൻ വന്നതല്ലേ? വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞതുമാ. എന്നിട്ട് താൻ ആ പെണ്ണിനെയും കൊണ്ട് കടന്നു കളഞ്ഞെന്നാണല്ലോ കേൾവി. അച്ഛൻ അറിഞ്ഞത് സത്യമാ. പക്ഷെ അറിഞ്ഞിട്ടില്ലാത്ത ചിലത് കൂടിയുണ്ട്. സോളമൻ തലതിരിച്ച് ആന്റണി ഒന്ന് നോക്കി. ആന്റണി പുറത്തേക്കിറങ്ങിച്ചെന്ന് സെബാസ്റ്റ്യൻ അച്ഛന്റെ പൂന്തോട്ടത്തിലെ റോസാ ചെടികൾ കണ്ടു നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ സോളമൻ സന്തോഷവദനായി ഇറങ്ങി വന്നു. അച്ഛന്റെ ഫുൾ സപ്പോർട്ടുമുണ്ടടാ. അലൂഷ്യസ് അച്ഛനെ വിളിച്ച് സംസാരിക്കാമെന്ന് പുള്ളിയേറ്റു. സോഫിയയുടെ മമ്മിയുടെ നേരെ നിന്നാ മാത്രം മതി. പൈലോക്കാനില്ലാത്ത നേരത്ത് നമുക്ക് അവരെ ചെന്ന് കാണാം. സംഗതി നടക്കുമിച്ചായ. ആന്റണി അയാളെ പ്രോത്സാഹിപ്പിച്ചു. രണ്ടുപേരും ബൈക്കിൽ കയറി. സോളമൻ അറിയാതെ ഒന്ന് ചൂളം കുത്തി. ഇന്നെനിക്കൊരു സാധനം മേടിച്ചു തരുമോ? ആന്റണി ചോദിച്ചു. എന്താണ്? ഈ സന്തോഷം ആഘോഷിക്കാൻ ഒരു ബിയർ. കൊച്ചു കള്ള, ബിയറിന്റെ രുചി പഠിച്ചു പോയി. നീ അല്ലയോ?
പഠിത്തം കഴിഞ്ഞ് മാവേലിക്കര ചെല്ലുമ്പോൾ നിന്റെ ചാച്ചനും മമ്മിയും കൂടി എന്നെ ചീത്ത പറയുമേ. വീട്ടിൽ ചെന്നാൽ പിന്നെ ഞാൻ നല്ല കുട്ടിയല്ലേ. ബിയറെന്ന് പറഞ്ഞ ചുക്കാണോ ചുങ്കാമാണോ എന്ന് പോലും എനിക്കറിയത്തില്ലല്ലോ. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ലാസറും ജോബും ബാറിൽ നിന്നിറങ്ങിയപ്പോൾ സന്ധ്യ കനത്തു കഴിഞ്ഞിരുന്നു. വഴിവിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. എന്നെ റൂമിൽ വിട്ടിട്ടല്ലേ നീ പോകൂ? ജോബ് ചോദിച്ചു. അല്ല, മറ്റൊരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ജീപ്പിൽ കയറിക്കൊണ്ട് ലാസർ പറഞ്ഞു. എവിടെ? സോളമന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക്. മനസ്സിലാകാത്ത മട്ടിൽ ജോബ് അയാളെ നോക്കി. ഈ രാത്രിയിലോ? എന്തിന്? സോളമൻ വന്നു കാണത്തില്ല. അതുകൊണ്ടാണ് പോകുന്നത്. അവിടെ അവൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആ യെരുശലേം പുത്രിയുണ്ട്. ജോബ് ഒന്ന് ഞെട്ടി. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ലാസർ പുഞ്ചിരിച്ചു. അതെ, എനിക്ക് ഭ്രാന്താണ്. അവളെ കണ്ടതിനു ശേഷം. അയാൾ പൊട്ടിച്ചിരിച്ചു. ജീപ്പ് നിലാവിലൂടെ മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കി ഓടി. ചില്ല ജനാലയിലൂടെ സോഫിയ പുറത്തേക്ക് നോക്കി. കറുത്ത ഇരുട്ട് മാത്രം. സോളമൻ ഇല്ലാത്ത രണ്ടാമത്തെ രാത്രി. പിന്നിലൊരു കാൽപ്പെരുമാറ്റം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മാത്തച്ഛനായനായിരുന്നു അത്. മണി 8:30 ഇനിയെങ്കിലും മോൾ വന്ന് കഴിക്ക്. അത്താഴം കഴിക്കാൻ അയാൾ അവളെ ക്ഷണിച്ചു. കുറച്ചുകൂടെ കഴിയട്ടെ, സോളമൻ വരുമോന്ന് നോക്കാം, അവൾ പറഞ്ഞു. വരുമെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പേ വന്നേനെ. ഇന്നിനി നോക്കണ്ട മോളെ, അയാൾ പറഞ്ഞു. ഗുൽബർഗയിൽ പോയാൽ സാധാരണ എങ്ങനെയാണോ? 2-3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ? സോഫിയ ചോദിച്ചു. നുണ പറയാൻ കഴിയാത്തതുകൊണ്ട് മാത്തച്ഛൻ വെറുതെ മൂളിയതേയുള്ളൂ. ഗുൽബർഗയിലേക്കല്ല സോളമൻ പോയിരിക്കുന്നതെന്ന് സോഫിയയ്ക്ക് അറിയില്ലല്ലോ. മോള് വാ. അയാൾ കിച്ചണിലേക്ക് പോയി. അവൾ പിന്നാലെ ചെന്നു. ചൂടുള്ള ചപ്പാത്തിയും ആവി പറക്കുന്ന കറിയും മേശപ്പുറത്തുണ്ടായിരുന്നു. വിശപ്പ് തോന്നിയില്ലെങ്കിലും അവൾ കഴിക്കാനിരുന്നു. മാത്തച്ഛനും ഇരിക്ക്, അവൾ പറഞ്ഞു. മോള് കഴിക്ക്, എനിക്ക് സ്വല്പം ജോലി കൂടിയുണ്ട്. സോഫിയ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. മമ്മിയെയും എലിസബത്തിനെയും അവൾ ഓർത്തു. ഇനി എന്തെങ്കിലും അവരെ കാണാൻ പറ്റുമോ? കാച്ചി പഞ്ചസാരയിട്ട് ഒരു ഗ്ലാസ് പാല് മാത്തച്ഛൻ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ബ്രൂണോയെയും ബെറ്റിയെയും അഴിച്ചിട്ട് വരാം മോളെ. മാത്തച്ഛൻ വാതിൽ തുറന്ന ടോർച്ചുമായി ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ബ്രൂണോയും ബെറ്റിയും കാൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് സോഫിയ അവളുടെ മുറിയിലേക്ക് നടന്നു. സോളമന്റെ മുറി അടഞ്ഞു കിടക്കുന്നു. അവൾ അതിന്റെ മുമ്പിൽ ഒരു നിമിഷം നിന്നു. ഒന്നും അടിച്ചെങ്കിലും അവൾ കൈനീട്ടി വാതിൽ മെല്ലെ തുറന്നു. ഉള്ളിൽ ഇരുട്ടായിരുന്നു. ഇരുട്ടിലൂടെ അവൾ തപ്പിത്തടഞ്ഞു നടന്ന് സോളമന്റെ കിടക്കയുടെ അരികിലെത്തി. സോളമന്റെ ഗന്ധമുള്ള ആ കിടക്കയിലേക്ക് വീണ് കിടന്നുറങ്ങാൻ അവൾ ഒരു നിമിഷം കൊതിച്ചു. പാടില്ല, നിന്റെ ഭാര്യയാകാതെ നിന്റെ കിടക്കയിൽ അന്തിയുറങ്ങാൻ എനിക്ക് അവകാശമില്ല. പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കസേരക്കൈയിൽ സോളമന്റെ ഷർട്ട് വെറുതെ ഇട്ടിരിക്കുന്നത് മങ്ങിയ ഇരുട്ടിൽ അവൾ കണ്ടത്. അവൾ ആ ഷർട്ട് കയ്യിലെടുത്തു. ഒരു തവണ അയാൾ ധരിച്ച ഷർട്ടായിരുന്നു അത്. ഒരു കള്ളിയെപ്പോലെ അവൾ ആ ഷർട്ടുമായി അവളുടെ മുറിയിലേക്ക് പോയി. വാതിലടിച്ച് ഷർട്ട് ധരിച്ചുകൊണ്ട് അവൾ കട്ടിലിലേക്ക് കിടന്നു. സോളമൻ തൊട്ടടുത്ത് കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അകലെ എവിടെയോ ഒരു ജീപ്പ് വന്നു നിന്നെന്ന് അപ്പോൾ സോഫിക്ക് തോന്നി. അവൾ ചാടി എഴുന്നേറ്റു. സോളമൻ വന്നതായിരിക്കുമോ? പെട്ടെന്ന് ബ്രൂണോയും ബെറ്റിയും അതിഭയങ്കരമായി കുരച്ചുകൊണ്ട് എങ്ങോട്ടോ പായുന്ന ശബ്ദം അവൾ കേട്ടു. സോഫിയ, സോഫിയ! മാത്തച്ഛൻ അപ്പോൾ തിടുക്കത്തിൽ വാതിലിൽ തട്ടി വിളിച്ചു. അവൾ വാതിൽ തുറന്നു. സംഭ്രമത്തോടെ മാത്തച്ഛൻ വെളിയിൽ നിൽക്കുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ കള്ളം കയറിയിട്ടുണ്ട് മോളെ, അതാ ബ്രൂണോയും ബെറ്റിയും കുരയ്ക്കുന്നത്. സോഫിയ ഭയന്നു. അവർ എന്തിനാണെങ്കിലും പട്ടികൾ രണ്ടും അവരെ തുരത്തും. മോള് പേടിക്കണ്ട. എന്നിട്ടും അവൾ ഭയന്നു പോയി. നായ്ക്കളുടെ കുര അപ്പോഴും നിലച്ചിരുന്നില്ല. മോള് വാതിലടിച്ചു കിടന്നോ? സോഫിയ വാതിലടിച്ചിട്ട് കണ്ണുകൾ ഇറുകെ അടിച്ചു കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ നായ്ക്കളുടെ കുര നിന്നു. സോളമന്റെ ഷർട്ടിന്റെ ചൂടേറ്റ് അവൾ ഉറങ്ങി. രാവിലെ അവൾ എഴുന്നേറ്റ് മാത്തച്ഛന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ കാപ്പി ഉണ്ടാക്കുകയായിരുന്നു. രാത്രിയിൽ ആരോ മുന്തിരിത്തോട്ടത്തിൽ വന്നു മോളെ, അയാൾ പറഞ്ഞു. ആര്? അതറിയത്തില്ല. അവന്റെ പാൻസിലാ പട്ടിക്ക് പിടികിട്ടിയത്. അതിന്റെ കഷ്ണങ്ങൾ ഇവിടെയൊക്കെ ചിതറിക്കിടപ്പുണ്ട്. അവളൊന്ന് ഞെട്ടി. വാതിൽ തുറന്ന് അവൾ പ്രഭാതത്തിലെ മഞ്ഞിലേക്ക് ഇറങ്ങി. അപ്പോൾ അവളുടെ മുറിയുടെ ജനാലയുടെ അടുത്ത് മണ്ണിലൊരു സ്വർണ്ണ തിളക്കം അവൾ കണ്ടു. അവൾ കുനിഞ്ഞ് അതെടുത്തു നോക്കി. പൊട്ടി വീണൊരു സ്വർണ്ണ ലോക്കറ്റായിരുന്നു അത്. ആരുടേതാണിത്? അവൾക്ക് മനസ്സിലായില്ല. മാത്തച്ചായ, ഇത് മുറ്റത്ത് നിന്ന് കിട്ടിയതാ. അവൾ ചെന്ന് ബ്രേസ്ലെറ്റ് അയാളെ കാണിച്ചു. അയാൾ അത് വാങ്ങി നോക്കി. പെട്ടെന്ന് അയാളുടെ നെറ്റി ചുളിഞ്ഞു. സ്പിരിറ്റിൽ മുക്കിയ പഞ്ഞി കൊണ്ട് നഴ്സ് കാലിലെ മുറിവുകൾ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ ലാസർ നീറ്റൽ കൊണ്ട് മുഖം ചൊളിച്ചു.
ഇതെങ്ങനെ പറ്റിയതാ? അവൾ ചോദിച്ചു. പട്ടി കടിച്ചതാ, പെട്ടെന്ന് ജോബ് പറഞ്ഞു. കോപത്തോടെ ലാസർ അവനിയൊന്ന് നോക്കി. അല്ല സിസ്റ്ററെ, പട്ടി അടിക്കാൻ വന്നപ്പോൾ മോടി. മുള്ളുവേലി ചാടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ കാലിലേറ്റ മുറിവുകളാണ്, അല്ലാതെ പട്ടി കടിച്ചതൊന്നുമല്ല. അയാൾ തിരുത്തി. രണ്ടായാലും സെപ്റ്റിക് ആകാതിരിക്കാൻ ഇഞ്ചക്ഷൻ എടുക്കണം. എടുക്കാം. ഇഞ്ചക്ഷൻ അടുപ്പിച്ചിട്ടാണ് ലാസർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. അയാൾ ചെറുതായി മുടങ്ങുന്നുണ്ടായിരുന്നു. ജോബാണ് കാർ ഓടിച്ചത്. ഇതോടെ നിന്റെ പൂതി തീർന്നല്ലോ അല്ലേ? തലയൊന്ന് തിരിച്ച് അവൻ ചോദിച്ചു. ലാസർ ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ലടാ, ഇപ്പോഴാണ് കൂടുതൽ രസമായത്. നിഷ്പ്രയാസം കിട്ടുന്ന ഒന്നിനും ഞാൻ വില കൽപ്പിക്കത്തില്ല. കയ്യെത്തി പറിക്കുന്ന പഴത്തേക്കാൾ രുചി എറുമ്പിന്റെ കടിയുമേറ്റ് നെഞ്ചുടഞ്ഞ് മരത്തിന്റെ ഉച്ചിയിൽ കയറി പറിച്ചെടുക്കുന്ന പഴത്തിനാ. സിംഹങ്ങൾ പോലുള്ള ആ പട്ടികളിൽ നിന്ന് ഭാഗ്യത്തിനാ ഇന്നലെ രക്ഷപ്പെട്ടത്. അടങ്ങി ഒതുങ്ങി കഴിയുന്നതാ ഇനി നിനക്ക് നല്ലത്, ജോബ് ഉപദേശിച്ചു. ഇല്ലടാ, ഞാൻ ആഗ്രഹിച്ചു പോയി. അവളെ എന്റെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ എനിക്ക് പറ്റില്ല. ആസ്വദിക്കണം എനിക്കവളെ, മുന്തിരിച്ചാറിന്റെ അവസാന തുള്ളി വരെ. ഒരു ലഹരിയിലെന്ന പോലെ ലാസറിന്റെ കണ്ണുകൾ പാതി അടഞ്ഞു. ഇന്നോ നാളെയോ സോളമൻ വരും. നിനക്ക് പിന്നെ ആ ഭാഗത്തോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല, ജോബ് ഓർമ്മിപ്പിച്ചു. ലാസർ പൊട്ടിച്ചിരിച്ചു. സോളമൻ അവിടെ വേണം, എങ്കിലേ അവളെ കടത്തിക്കൊണ്ടു പോകുന്നതിൽ ഒരു ത്രില്ലുള്ളൂ. ആദ്യം മര്യാദയ്ക്ക് ചോദിക്കും, നല്ല വില കൊടുക്കും. കിട്ടിയില്ലെങ്കിൽ ലാസർ കയ്യേറുകയുള്ളൂ. നിനക്കത് നല്ലപോലെ അറിയാമല്ലോ. ഒരു കൂറ്റൻ ഇരുതല വീടിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. കൊലകൊമ്പൻ ഗൗഡയിൽ നിന്ന് ഞാൻ ഈ ബംഗ്ലാവ് കൈക്കലാക്കിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ. മുന്തിരിത്തോപ്പിലെ സോഫിയയെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെടാ, 30 ദിവസത്തിനകം. ലാസർ വീണ്ടും പൊട്ടിച്ചിരിച്ചു. മട്ടുപ്പാവിലിരുന്ന കുറെ പ്രാവുകൾ ഭയത്തോടെ പറന്നകന്നു. മലബേരിയുടെ വാതിൽ തുറന്ന് സോളമനും ആന്റണിയും കൂടി സോഫിയയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. പുറത്ത് ആരെയും കാണാനില്ലായിരുന്നു. സോളമൻ ഒന്ന് മുരടനക്കി. പെട്ടെന്ന് വാതിൽ തുറന്ന് എലിസബത്ത് പുറത്തേക്ക് വന്നു. സോളമനെയും ആന്റണിയെയും കണ്ട് അവളൊന്ന് പകച്ചു. മമ്മിയില്ലേ ഇവിടെ? പുഞ്ചിരിയോടെ സോളമൻ ചോദിച്ചു. ഉണ്ട്, ഇച്ചാൻ കയറിയിരുന്നാട്ടെ, ഞാൻ വിളിക്കാം. ആന്റണി ഒന്ന് നോക്കിയിട്ട് അവൾ അകത്തേക്ക് ഓടി. സോളമനും ആന്റണിയും സ്വീകരണ മുറിയിലേക്ക് കയറി. അവർ സെറ്റിയിൽ അടുത്തടുത്തിരുന്നു. പെട്ടെന്ന് റോസി പൈലോക്കാരന് പിന്നാലെ എലിസബത്തും വന്നു. എന്താ മോനെ? മമ്മിയോട് ഒരു കാര്യം പറയാനാ ഞാൻ വന്നേ. പള്ളിയിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തി തന്ന എനിക്ക് സോഫിയെ കെട്ടണം. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ പെണ്ണിന്റെ അപ്പന്റെയോ അമ്മയുടെയോ സമ്മതമില്ലാതെ അച്ഛൻ വിവാഹ ശുശ്രൂഷ നടത്തി തരത്തില്ല, സോളമൻ പറഞ്ഞു. അതിന് ഞാൻ എന്നാ വേണം? മോൻ പറ. എന്തിനും തയ്യാറായിരുന്നു റോസി. മമ്മി മൈസൂരിൽ വരണം. അവിടെ അച്ഛനോട് പറഞ്ഞ് ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡേറ്റ് മാത്രം തീരുമാനിച്ചാൽ മതി. ഡാഡി അറിയാതെ എങ്ങനെ പോകും മോളെ? റോസി തലതിരിച്ച് എലിസബത്തിനെ ഒന്ന് നോക്കി. മമ്മിയുടെ വീട്ടിൽ പോകുവാന്നും പറഞ്ഞ് ഇവിടെ നിറങ്ങിയാൽ മതി. ഞാനും വരാം. എലിസബത്ത് പോംവഴി കണ്ടെത്തി. അത് നല്ല ഐഡിയ ആണ്. പുള്ളിക്കൊരു സംശയം തോന്നത്തില്ല. പിറ്റേന്ന് നിങ്ങൾക്കെങ്ങ് പോരുകയും ചെയ്യാം, ആന്റണി പറഞ്ഞു. ഞങ്ങളുടെ കെട്ടിന് എന്റെ മമ്മയും സോഫിയയുടെ മമ്മിയും മാത്രം മതി. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പപ്പന്മാരില്ല, സോളമൻ പറഞ്ഞു. ഇരിക്കിച്ചായ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എലിസബത്ത് അടുക്കളയിലേക്ക് ഓടി. റോസിയും സോളമനും ആന്റണിയും സംസാരിച്ചുകൊണ്ട് സ്വീകരണ മുറിയിലിരുന്നു. മിസ്റ്റർ പോൾ ഡ്യൂട്ടിക്ക് പോകുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേ, സോളമൻ വെളിപ്പെടുത്തി. ഇനി നാളെ ഉച്ചയായിട്ടേ വരൂ. ഞാൻ മടുത്തു ഈ ജീവിതം. എന്റെ മോളെ ഓർത്തു മാത്രമാ ഞാൻ എല്ലാം സഹിക്കുന്നേ. എലിസബത്ത് 2 ഗ്ലാസ് കാപ്പിയും കേക്കുമായി വന്നു. കാപ്പി കുടിച്ചിട്ടാണ് അവർ പോകാനിറങ്ങിയത്. മമ്മയ്ക്ക് വരാൻ മടിയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും കൂടി ഇറങ്ങിയത്. മമ്മ ഇനി വന്ന് കണ്ടോളും. അതൊന്നും സാരമില്ല മോനെ, ഡേറ്റ് അറിയിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. ഇച്ചാൻ മൈസൂരിലേക്ക് എന്നാ പോകുന്നേ? എലിസബത്ത് ചോദിച്ചു. ഇപ്പൊ തന്നെ പോകും. സോഫിയോട് നുണ പറഞ്ഞിട്ടാ ഇറങ്ങിയത്. ഇനി കാര്യങ്ങളൊക്കെ അറിയുമ്പം അവൾക്ക് സന്തോഷമാകും. വീട്ടിൽ ചെന്ന് റീതാമാവിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് ആന്റണിയാണ്. സോളമൻ പുഞ്ചിരിയോടെ ഇരുന്നതേയുള്ളൂ. റോസി വരുമോടാ? വിശ്വാസം വരാതെ റീതാമാവി ചോദിച്ചു. വരും അമ്മ, സ്വന്തം മോളുടെ കാര്യമല്ലേ, എങ്ങനെയെങ്കിലും അവർ വരും. ആ പോളൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. അറിയത്തില്ല മമ്മ. സോളമൻ അപ്പോൾ തന്നെ യാത്ര പുറപ്പെട്ടു. അയാൾ മൈസൂരിലെത്തിയപ്പോൾ രാത്രി വല്ലാതെ ഇരുട്ടിയിരുന്നു. ബൈക്കിന്റെ ശബ്ദം കേട്ട് സോഫിയയാണ് ആദ്യം ഓടിയിറങ്ങി വന്നത്. എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് എവിടെയായിരുന്നു ഇത്രയും ദിവസം? കണ്ണീരോടെ അവൾ ചോദിച്ചു. സോളമൻ അവളെ ചേർത്തു പിടിച്ചു. അവൾ അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കരഞ്ഞു. എല്ലാം പറയാം. ഞാൻ ഗുൽബർഗയിലേക്കല്ല പോയത്, ബാംഗ്ലൂരിലേക്കാണ്.
നമ്മുടെ കെട്ടിന് നിന്റെ ഡാഡിയുടെയും അമ്മയുടെയും സമ്മതത്തിന്. അവൾ അവിശ്വാസത്തോടെ അയാളെ നോക്കി. എന്നിട്ട് കിട്ടിയോ? മമ്മി വരും, എലിസബത്തും. അതുപോരെ? മതി. അവൾ അയാളെ അമർത്തി കെട്ടിപ്പിടിച്ചു. അയാൾ അവളുടെ മുടിയിൽ കവിളുരസി. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന് മീതെ ഇരുണ്ട ആകാശത്ത് ഒരു ചന്ദ്രക്കല തെളിഞ്ഞു. പോൾ പൈലോക്കാരൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോൾ എലിസബത്ത് കോളേജിലായിരുന്നു. റോസി അടുക്കളയിൽ ഉച്ചയൂണ് ഒരുക്കുകയായിരുന്നു. അയാൾ അടുക്കളയിലേക്ക് ചെന്നു. റോസി. അയാളുടെ സ്വരത്തിലെ കാഠിന്യം അറിഞ്ഞ് അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരെങ്കിലും ഇന്നലെ ഇവിടെ വന്നായിരുന്നോ? അയാൾ എന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് റോസിക്ക് മനസ്സിലായി. എങ്കിലും അവർ അറിയാത്ത മട്ടം നടിച്ചു. ആര്? വിശേഷാൽ ആരെങ്കിലും ഇന്നലെ ഇവിടെ വന്നോന്നാ ചോദിച്ചത്. ഇവിടെങ്ങും ആരും വന്നില്ല. അവർ മുഖം തിരിച്ച് കാബേജ് അരിയൻ കത്തിയെടുത്തു. അയാൾ മെല്ലെ അവരുടെ അടുത്തേക്ക് ചെന്നു. സോളമൻ ഇന്നലെ ഇവിടെ വന്നില്ലേ? ഞെട്ടലോടെ റോസി അയാളെ നോക്കി. ആര് പറഞ്ഞു? കണ്ടവരുണ്ട്. കൂടെ അവനുമുണ്ടായിരുന്നു, ആ ആന്റണി. എന്തിനാ അവർ വന്നേ? കള്ളം പറഞ്ഞിട്ട് ഇനി ഫലമില്ലെന്ന് റോസിക്ക് തോന്നി. അതു പിന്നെ നിങ്ങൾ വരുമ്പോൾ കെട്ടിന്റെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറയാനായിരുന്നു. കള്ളം, പച്ച കള്ളം. ഈ പോൾ പൈലോക്കാരൻ അത്ര മണ്ടനൊന്നുമല്ലടി. എന്റെ സമ്മതമില്ലെങ്കിലും നീ ചെന്ന് അവളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയാനല്ലേ അവൻ വന്നത്. റോസിക്ക് പെട്ടെന്ന് ധൈര്യം വന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ? എന്റെ മോള അവൾ. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കും. നീ കെട്ടിച്ചു കൊടുക്കും അല്ലയോടി? അയാൾ അവരുടെ കവളത്ത് ആഞ്ഞടിച്ചു. അവരുടെ കയ്യിൽ നിന്ന് കാബേജും കത്തിയും തെറിച്ചുപോയി. അയാൾ അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. നീ പോകുമോടി കെട്ട് നടത്താൻ? പോകും, പോകും. എന്റെ കൊക്കിന് ജീവനുണ്ടേ, ഞാൻ പോകും, റോസി ഉച്ചത്തി പറഞ്ഞു. നീ പോകുന്നത് എനിക്ക് കാണണമല്ലോ. അയാൾ അവരുടെ കഴുത്തിൽ ഇരുകൈകൾ കൊണ്ട് കുത്തിപ്പിടിച്ചു. അയാളുടെ ബലിഷ്ഠമായ കൈകളിലേക്ക് ഊർജ്ജമിറങ്ങിച്ചെന്നു. റോസി അലറി വിളിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അയാൾ മുഴുവൻ ബലവും അവരുടെ ശരീരത്തിൽ പ്രയോഗിച്ചു. റോസിയുടെ ശരീരം പെടഞ്ഞു, കണ്ണുകൾ തുറിച്ചു. അവരുടെ ബോധം മാഞ്ഞുപോയി. കോളേജിലേക്ക് പോകാൻ വേഷം ധരിക്കുമ്പോഴാണ് പുറത്താരോ സംസാരിക്കുന്ന ശബ്ദം ആന്റണി കേട്ടത്. അത് എലിസബത്തിന്റെ സ്വരമാണെന്ന് മനസ്സിലായപ്പോൾ അവൻ തിടുക്കത്തിൽ മുൻവശത്തെ മുറിയിലേക്ക് വന്നു. എലിസബത്തും റീതാമാവിയും മേരിയും ഗൗരവഭാവത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. എന്താ എലിസബത്ത്? ഉത്കണ്ഠയോടെ അവൻ അവളെ നോക്കി. സോഫിയയുടെ മമ്മി ഹോസ്പിറ്റലിലാണെന്ന്. റീതാമാവിയാണ് അത് പറഞ്ഞത്. മാവിയുടെ സ്വരത്തിൽ ഇഷ്ടക്കേട് കലർന്നിട്ടുണ്ടെന്ന് അവന് തോന്നി. എന്തു പറ്റി? അവൻ ചോദിച്ചു. എന്തു പറ്റാനാ? ആത്മഹത്യാശ്രമം. സാരി കെട്ടിത്തൂങ്ങി. കൊള്ളരുതാത്ത വർഗം. എന്തിനാ? എന്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ. ഇഷ്ടപ്പെടാൻ വേറൊരു പെണ്ണിനെയും അവന് കിട്ടിയില്ല. അവജ്ഞയോടെ പറഞ്ഞിട്ട് റീതാമാവി അവരുടെ മുറിയിലേക്ക് പോയി. എലിസബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ഉണ്ടായത്? ആന്റണി അവളോട് ചോദിച്ചു. എനിക്കറിയത്തില്ല. ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പം വീട്ടിലാരുമില്ല, പൂട്ടിയിട്ടേക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡാഡി വന്നു. ഡാഡിയാ പറഞ്ഞത് മമ്മി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചെന്നും ഡാഡി സാരി അറുത്തിട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും. വിശ്വാസം വരാതെ ആന്റണി അവളെ നോക്കി. സോഫിയയുടെ മമ്മി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, അക്കാര്യം എനിക്കുറപ്പാ, മേരി പറഞ്ഞു. മമ്മിയുടെ വലതുകാലിന്റെ അസ്ഥിക്ക് പൊട്ടലുമുണ്ട്. പ്ലാസ്റ്റർ ഇട്ടേക്കുവാ. സാരിയെന്ന് മുറിച്ചിട്ടപ്പം നിലത്തി വീണ് എല്ല് പൊട്ടിയതാണെന്നാ ഡാഡി പറഞ്ഞത്. ഒക്കെ നുണയാ. ഇതിലേതാണ്ട് കള്ളത്തരമുണ്ട്. മേരി പറഞ്ഞതായിരിക്കും ശരിയെന്ന് ആന്റണിക്ക് തോന്നി. സോഫിയയുടെ കെട്ട് നടക്കുമെന്ന സന്തോഷത്തിലിരിക്കുമ്പോൾ അവളുടെ മമ്മി ഒരു കാരണവശാലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല. എലിസബത്ത് ഇനി എങ്ങോട്ടാ? അവൻ തിരക്കി. ഹോസ്പിറ്റലിലേക്ക്. മമ്മിക്ക് അവിടെ വേറാനും കൂട്ടിനില്ല. എങ്കി ഞാനും വരുന്നു അങ്ങോട്ട്. അവിടുന്ന് കോളേജിൽ പൊയ്ക്കാടാം. എങ്കി ആന്റണി വീട്ടിലേക്ക് വന്നേക്ക്, ഞാൻ അവിടെ കാണും. എലിസബത്ത് അപ്പോ തന്നെ പോയി. കൊച്ച് അവളുടെ കൂടെ പോകണ്ട, പെട്ടെന്ന് മേരി അനിഷ്ടത്തോടെ പറഞ്ഞു. അതെന്താ? അവൻ ചോദിച്ചു. എനിക്കിഷ്ടമില്ല. മേരിയുടെ മുഖത്തെ നീരസം കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് തലതിരിച്ചു. ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുത് മേരി. എലിസബത്ത് ഒരു പാവമാണ്. തന്നെയുമല്ല, ഹോസ്പിറ്റൽ എവിടെയാണെന്ന് എനിക്കറിയത്തുമില്ല. ഒന്നും പറയാതെ മേരി അകത്തേക്ക് പോയി. ആന്റണി അതത്ര കാര്യമാക്കിയില്ല. അവൻ സോഫിയയുടെ വീട്ടിലേക്ക് ചെന്നു. വീട് പൂട്ടി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ എലിസബത്ത്. ഡാഡി ഇവിടെയില്ലേ? ആന്റണി ചോദിച്ചു. ഇല്ല, ഡ്യൂട്ടിക്ക് പോയി. അവന് സംശയം തോന്നി. സോഫിയയുടെ മമ്മി ഹോസ്പിറ്റലിലായിട്ടും അയാൾ അത് അവഗണിച്ച് ഡ്യൂട്ടിക്ക് പോയോ? തന്റെ ഡാഡി ഒരു ക്രൂരനാ, പറയാതെ വയ്യ. എലിസബത്ത് പെട്ടെന്ന് മുഖം കുനിച്ചു. ഡാഡിയെ എനിക്കും വെറുപ്പാ. ചികുത്താന്റെ ജന്മമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളെ കൂടുതൽ ദുഃഖിപ്പിക്കേണ്ടെന്ന് ആന്റണിക്ക് തോന്നി. വാ, നമുക്ക് പോകാം. അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ
റോസ് തനിച്ചായിരുന്നു. കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു അവർ. മമ്മി, എലിസബത്ത് വിളിച്ചു. അവർ കണ്ണുകൾ തുറന്നു നോക്കി. എന്തിനാ മമ്മി ഇങ്ങനെ? ആന്റണി ചോദിച്ചു. കുറച്ച് കാപ്പി മേടിച്ചുകൊണ്ട് വാ മോളെ, അവർ എലിസബത്തിനോട് പറഞ്ഞു. അവളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് അവർ അങ്ങനെ പറഞ്ഞതെന്ന് ആന്റണിക്ക് മനസ്സിലായി. ഫ്ലാസ്ക് എടുത്ത് എലിസബത്ത് പോയി. എന്താ മമ്മി ഉണ്ടായേ? എന്നെ കൊല്ലാൻ നോക്കിയതാ, കഴുത്ത് ഞെരിച്ച്. സോഫിയ മോളുടെ കെട്ട് ഞാൻ നടത്തിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ. ആന്റണി ഞെട്ടി. പേടിച്ചിട്ടായിരിക്കും കൊല്ലാത്തെ. പിന്നെ ഇരുമ്പ് വടിയെടുത്ത് കാല് തല്ലിയൊടിച്ചു. മൈസൂരിലേക്ക് ഞാൻ പോകാതിരിക്കാൻ. കനക്കെ പ്ലാസ്റ്ററിട്ട വഴുതുകൾ അവൻ കണ്ടു. കാല് മടക്കാനോ നിവർത്താനോ കഴിയില്ല. ഇനിയിപ്പോ എന്തു ചെയ്യും? അവൻ ചോദിച്ചു. പ്രതീക്ഷയോടെ അല്ലയോ സോളമൻ പോയേക്കുന്നേ. അവനെ എങ്ങനെങ്കിലും വിവരം അറിയിക്കണം, റോസി പറഞ്ഞു. അലോഷ്യസ് അച്ഛൻ വെള്ളത്താടി തവടിക്കൊണ്ട് സോഫിയെ ഒന്ന് നോക്കി. എന്താ മോളെ നിന്റെ പേര്? സോഫിയ എന്നാണച്ചോ, ആദരവോടെ അവൾ പറഞ്ഞു. സാരിത്തുമ്പുകൾ കൊണ്ട് അവൾ ശിരസ് മറിച്ചിരുന്നു. അവളെ അച്ഛൻ ഇഷ്ടമായെന്ന് സോളമനും തോന്നി. നിങ്ങളുടെ ഇടവക പള്ളിയിൽ അച്ഛന്റെ കത്ത് കിട്ടണം. എന്താ പറ്റില്ലേ? ഉവ്, സെബാസ്റ്റ്യൻ അച്ഛൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്, സോളമൻ പറഞ്ഞു. അലോഷ്യസ് അച്ഛൻ്റെ ഓഫീസ് മുറിയിലായിരുന്നു അവർ. എന്നാ പിന്നെ നിനക്ക് സൗകര്യമുള്ളൊരു ഡേറ്റ് പറ, അച്ഛൻ ആവശ്യപ്പെട്ടു. സോളമൻ മുഖം തിരിച്ച് സോഫിയയെ നോക്കി. അവൾ ലജ്ജയോടെ മുഖം കുനിച്ചു. അച്ഛന് സൗകര്യമുള്ള ഏറ്റവും അടുത്ത് പറഞ്ഞാട്ടെ, എത്രയും വേഗം കെട്ടു നടത്താമെന്നാണ് എന്റെ ആഗ്രഹം, സോളമൻ അറിയിച്ചു. എതിർവശത്തെ ഭിത്തിയിൽ കിടന്നിരുന്ന കലണ്ടറിലേക്ക് അച്ഛന്റെ കണ്ണുകൾ നീണ്ടു. ശരി, ശനി 18, അദ്ദേഹം മന്ത്രിച്ചു. പിന്നെ മേശവലിപ്പിൽ നിന്ന് ഒരു ഡയറി എടുത്ത് തുറന്ന് എന്തോ പരിശോധിച്ചു. കുഴപ്പമില്ല, അന്ന് വേറെ പ്രോഗ്രാമൊന്നുമില്ല. അടുത്ത 18-ാം തീയതി ആയിക്കോട്ടെ. സോളമൻ തലതിരിച്ച് കലണ്ടറിൽ നോക്കി. അടുത്തതിന്റെ അടുത്ത ശനിയാഴ്ചയാണ് 18. ഏതാണ്ട് 11 ദിവസം സമയമുണ്ട്. നാളെ തന്നെ ബാംഗ്ലൂരിൽ പോയി സെബാസ്റ്റ്യൻ അച്ഛനെ കണ്ട് കത്ത് മേടിച്ചുകൊണ്ട് വരണം. സോഫിയയുടെ മമ്മി വരാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അതിനു മുമ്പ് മമ്മിയെ കണ്ട് വിവരം പറയണം. എന്താ നീ ആലോചിക്കുന്നേ? അലോഷ്യസ് അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ലച്ചോ, ഞങ്ങൾക്ക് സമ്മതമാ, സോളമൻ പറഞ്ഞു. എന്നാ അങ്ങനെ തന്നെ. അച്ഛൻ കറുത്ത ഫൗണ്ടൻ പെണ്ണി എടുത്ത് തുറന്ന് ഡയറിയിൽ 18-ാം തീയതിയുടെ പേജിൽ സോളമന്റെ വിവാഹ ശുശ്രൂഷയെന്ന് രേഖപ്പെടുത്തി. കുഷിനിക്കാരൻ ലൂക്കോസ് ഒരു ട്രെയിൽ 3 കപ്പ് കാപ്പിയുമായി വന്നു. അയാൾ അത് 3 പേർക്കും കൊടുത്തു. ഈ കൊച്ചിനെയാണോ സോളമൻ കെട്ടാൻ പോകുന്നേ? കൗതുകത്തോടെ ലൂക്കോസ് ചോദിച്ചു. ഉവ്, സോളമൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഈ ഇടവകയിലെ ഏറ്റവും നല്ല കൃഷിക്കാരനാ സോളമൻ. ഇനിയിപ്പോ സോളമയുടെ കയ്യാളായല്ലോ, സോഫിയ മന്ദഹസിച്ചു. കാപ്പി കുടിച്ചിട്ട് അവർ എഴുന്നേറ്റു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ചോ, സോളമൻ ചോദിച്ചു. ചില്ല്. സോഫിയയും സോളമനും പുറത്തേക്കിറങ്ങി ജീപ്പിനടുത്തേക്ക് നടന്നു. അലോഷ്യസ് അച്ഛനും പുറത്തേക്കിറങ്ങി ചെന്നു. സോളമ, അച്ഛൻ പിന്നിൽ നിന്ന് വിളിച്ചു. സോളമൻ പിന്തിരിഞ്ഞ് പെട്ടെന്ന് അലോഷ്യസ് അച്ഛന്റെ അടുത്തേക്ക് വന്നു.